ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അറബിക് ഡിഷ് ഷീഷ് താവൂക്ക് പ്രിപ്പയർ ചെയ്താലോ. ഇതൊരു കിഡിലൻ ഐറ്റമാണ്. എസ്പെഷ്യലി ഈ അറബിക് ഫുഡെല്ലാം നല്ല ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ ഞാൻ സ്ക്യൂവേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക്കൽ ഗ്രില്ലിലാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, എന്നിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഒരു ബൗളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗാർലിക്കും 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഇടാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇത് നല്ലൊരു കളറാണ് ഈ മാരിനേഷന് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൊടി മല്ലിപ്പൊടിയും കൂടിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1 ടേബിൾ സ്പൂണോളം കെച്ചപ്പാണ്. ഏത് കെച്ചപ്പാണെങ്കിലും ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിൽ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്ന ഐറ്റമാണ് ഒരു മെയിൻ ഐറ്റം, നാൻഡോസിൻ്റെ പെരി പെരി സോസ്. ഇത് അത്യാവശ്യം ഹോട്ട് ആൻഡ് സ്പൈസിയാണ്. സോ അതുകൊണ്ട് ഒരു 1 ടേബിൾ സ്പൂണോളം മതിയാവും. ഇത് ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡറാണ്. നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമ്മളിതിൽ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഏലക്കായും വലിയ ജീരകവും പൊടിച്ചതാണ്. ഇതൊരു എക്സ്ട്രാ ടേസ്റ്റാണ് മാരിനേഷന് മൊത്തത്തിലൊന്ന് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ലെമൺ നമുക്ക് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ലെമണിൻ്റെ സ്ലൈസസ് ഈ മാരിനേഷനിൽ ആഡ് ചെയ്യാം. ഇനി മൊത്തത്തിലൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാരിനേഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഞാനൊരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ സ്ക്യൂവേഴ്സാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ബോൺലെസ് ആണ് ബെറ്റർ. ചിക്കൻ മാരിനേഷനിൽ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഏറ്റവും നല്ലത് ഈ ചിക്കൻ മാരിനേഷൻ ഒരു 5 to 8 hours എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. എത്രത്തോളം വെക്കണോ അത്രത്തോളം ടേസ്റ്റാണ്. അപ്പോൾ ഒരു 8 hours ശേഷം ചിക്കൻ പുറത്തെടുത്ത് സ്ക്യൂവേഴ്സിൽ ഫിക്സ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഇടയിൽ ഉള്ളിയും ക്യാപ്സിക്കവും നിങ്ങളിഷ്ടം പോലെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് സ്ക്യൂവറിൽ ചിക്കനും ഉള്ളിയും ക്യാപ്സിക്കവും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള സ്ക്യൂവേഴ്സിലും ചിക്കനും ക്യാപ്സിക്കവും ഉള്ളിയും ഒക്കെ ആഡ് ചെയ്യാം. നിങ്ങൾക്കിനി ഉള്ളിയും ക്യാപ്സിക്കത്തിന് പകരം വേറെ വല്ല ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ക്യാരറ്റ് യൂസ് ചെയ്യാം, ടൊമാറ്റോസ് യൂസ് ചെയ്യാം. അത് നിങ്ങളെ പ്രിഫറൻസിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്ക്യൂവറും റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്ക്യൂവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാൻ. പല രീതിയിലും നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ചിലവർ ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കും. ചിലവർ ചാർക്കോളൊക്കെ യൂസ് ചെയ്തിട്ട് ഫുൾ ഗ്രിൽ സെറ്റൊക്കെ ഉണ്ടാവും, അങ്ങനെയും ഗ്രില്ല് ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കെൻവുഡിൻ്റെ ഇലക്ട്രിക്കൽ ഗ്രില്ലാണ്. ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിളും ഭയങ്കര ഈസിയായി തോന്നിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ചാർക്കോളൊക്കെ വെച്ച് യൂസ് ചെയ്ത് ഗ്രില്ല് ചെയ്യുമ്പോൾ ഭയങ്കര ടൈം കൺസ്യൂമിങ്ങാണ് അല്ലേ. ഇത് പിന്നെ നോൺ സ്റ്റിക്കും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റും കൂടിയുണ്ട്. നമുക്ക് ആദ്യം ഓയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാം ഫുള്ള് സർഫസ്. എന്നിട്ട് സ്ക്യൂവേഴ്സ് 1 by 1 ഓരോന്നായിട്ട് വെക്കാം. ചാർക്കോളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഇലക്ട്രിക്കൽ ഗ്രില്ല് വെച്ച് ഉണ്ടാക്കിയാലും കിട്ടുക. ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോവോ പെട്ടെന്ന് ബേണായി പോവോ എന്നുള്ളൊരു പേടി വേണ്ട. നമുക്കൊരു കോൺസ്റ്റൻ്റ് ഒരു ഹീറ്റ് ഇതിന് സെറ്റാക്കിയിട്ട് വെക്കാം. അങ്ങനെ നമ്മൾ 3rd സ്ക്യൂവറും വെച്ച് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 200 degrees ഗ്രില്ലാക്കാൻ വെക്കാം. അപ്പോൾ നമുക്കൊരു 20 to 25 minutes ശേഷം നമ്മൾ ഷീഷ് താവൂക്ക് റെഡി ആയോ നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യമായി സ്ക്യൂവേഴ്സ്
തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മളെ കിഡിലൻ ഷീഷ് താവൂക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി ചൂടോടെ പ്ലേറ്റിൽ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ അറബിക് ഡിഷായ ഷീഷ് താവൂക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മയോണൈസ്, ഗാർലിക്, കെച്ചപ്പ്, പിന്നെ നമ്മളെ ദേശീയ ഫുഡായ കുബൂസും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മറക്കാതെ വീട്ടിൽ ട്രൈ ചെയ്യണം. ഇലക്ട്രിക്കൽ ഗ്രില്ലില്ലെങ്കിലും സ്റ്റൗ ടോപ്പിൽ വെച്ചോ ചാർക്കോൾ യൂസ് ചെയ്തിട്ടോ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് തന്നെ എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.